ലോകം പല ഭരണാധികാരികളെയും സ്മരിക്കാറുണ്ട്. ആ ഓരോ ഭരണാധികാരികൾ ലോകത്തിന് നൽകിയ സംഭാവനയുടെ പേരിൽ, അവർ ലോകത്തിന് നൽകിയ മാതൃകയുടെ പേരിൽ. എന്നാൽ ചില ആളുകൾ സ്മരിക്കപ്പെടുന്നത് അവരുടെ കുപ്രസിദ്ധിയുടെ പേരിലാണ്, അവർ നടത്തിയ രക്തച്ചൊരിച്ചിലിന്റെ പേരിൽ, അവർ നടത്തിയ വംശഹത്യയുടെ പേരിൽ. അത്തരക്കാരിൽ ഒരാൾ ഇനി പിറവി എടുക്കാതിരിക്കാൻ വേണ്ടി അത്തരക്കാരെ നമ്മൾ സ്മരിക്കാറുണ്ട്. അത്തരത്തിൽ ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതാണ് അഡോൾഫ് ഹിറ്റ്ലർ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരം പിടിച്ചടക്കുന്നത്. തന്റെ നാസി പാർട്ടി രൂപീകരിക്കുകയും ജർമ്മനിയിൽ ഒരു തീവ്ര ദേശീയ ചിന്താഗതി ജനങ്ങൾക്കിടയിൽ രൂപീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ ജർമ്മനിയുടെ അധികാരം പിടിച്ചടക്കുന്നത്. അങ്ങനെ അഡോൾഫ് ഹിറ്റ്ലർ തന്റെ നാസി പാർട്ടി വളരെ ശക്തമാക്കിയിട്ട് ജർമ്മനിയിൽ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണ്. ജർമ്മനിയിൽ ഒരു ഏകാധിപത്യ ഭരണാധികാരിയായിട്ട് ആരുമാരാണ്? അഡോൾഫ് ഹിറ്റ്ലർമാരാണ്. നിലവിൽ ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനിക്കേറ്റുള്ള പല പരാജയങ്ങളും, ജർമ്മനിക്കേറ്റുള്ള വേഴ്സായ സന്ധിയും, അല്ലെങ്കിൽ ജർമ്മനിയുടെ ആ രാജ്യത്തിനുള്ളിൽ ഉണ്ടായിരുന്ന തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും അവിടെ നിറഞ്ഞാടിയിരുന്ന എല്ലാ അരാജകത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് ഒരു നല്ല പ്രാസംഗികനായിരുന്ന ഹിറ്റ്ലർ തന്റെ പ്രസംഗ വൈഭവത്തോടു കൂടി എല്ലാ ജനങ്ങളെയും തന്റെ കയ്യിലടക്കുകയും സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുന്നതിന് മുൻ, അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ജർമ്മനി മൊത്തം തന്റെ അധികാര പരിധിയിൽ ആര് വരുത്താണ്? ഹിറ്റ്ലർ വരുത്താണ്. ഓക്കെ, അപ്പോ അതിനുശേഷം ഹിറ്റ്ലർ എന്താണ്? ഹിറ്റ്ലറിന്റെ എല്ലാ നടപടിക്രമങ്ങളും, ഹിറ്റ്ലറിന്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും, ഹിറ്റ്ലറിന്റെ ആശയങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി ഹിറ്റ്ലർ ഒരു ആർമിയെ, ഒരു സൈനിക സേനയെ അദ്ദേഹം ഫോം ചെയ്യുകയാണ്. അതാണ് ബ്രൗൺ ഷെഡ് അഥവാ തവിട്ട് കുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മുഴുവൻ ആശയങ്ങളും നമുക്കറിയാം. അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം തന്റെ ശത്രുക്കൾ അദ്ദേഹം പ്രഖ്യാപിക്കുക. ആരൊക്കെയാണ് ഹിറ്റ്ലറിന്റെ ശത്രുക്കളെ അദ്ദേഹം പ്രഖ്യാപിച്ചത്? ഒന്ന് ജനാധിപത്യ വിശ്വാസികൾ, ഡെമോക്രാറ്റ്സ്, അതേപോലെ തന്നെ വർക്കേഴ്സ്, തൊഴിലാളികൾ, വർക്കേഴ്സ് ലീഡർ, തൊഴിലാളികളുടെ നേതാക്കൾ, അതേപോലെ ഫാമേഴ്സ്, കർഷക നേതാക്കൾ, അത്തരക്കാരെയൊക്കെ, അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ, അല്ലെങ്കിൽ ജൂതന്മാർ, ജ്യൂസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജൂതന്മാരെ തന്റെ ജീവിത ശത്രുവായി, ജൂതന്മാരെ ഇല്ലാതെയാക്കലാണ് തന്റെ ജീവിത ലക്ഷ്യം എന്നുകൂടി പ്രഖ്യാപിച്ച വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. ഇത്തരക്കാരെയൊക്കെ തന്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരക്കാരെ മുഴുവൻ തന്റെ രാജ്യത്ത് നിന്ന് തുടച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പരിപാടി ആരംഭിക്കുകയാണ്? അഡോൾഫ് ഹിറ്റ്ലർ ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ അഡോൾഫ് ഹിറ്റ്ലർ അത്തരത്തിന്, അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലറിന്റെ അത്തരം ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ഒരു സൈന്യമായിട്ടുള്ള ബ്രൗൺ ഷേർട്ട്, തവിട്ട് കുപ്പായക്കാർ. അവരുടെ സൈന്യത്തിന്റെ ഷേർട്ടിന്റെ കളറാണ് ബ്രൗൺ കളർ, ബ്രൗൺ കുപ്പായമാണ്. അതുകൊണ്ടാണ് അവർ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബ്രൗൺ ഷേർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ആൻഡ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലോ ഈ പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ശത്രുക്കളെ, എസ്പെഷ്യലി ജൂത മതവിശ്വാസികളെ പൂർണ്ണമായും, ഏകദേശം കണക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ദ നാസി മർഡർഡ് ഫ്രം 50 lakhs, 1.5 million, 15 ലക്ഷത്തിലധികം, അല്ലെങ്കിൽ 15 മുതൽ 30 ലക്ഷത്തോളം ആളുകളെയാണ് അദ്ദേഹം അവിടെ കൊന്നൊടുക്കിയത്. ഏത്? ജൂതവംശത്തെ. അതായത് ജൂതന്മാരെ മുഴുവൻ ജർമ്മനിയിൽ നിന്നും ഇല്ലാതെയാക്കിയെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ പ്രത്യേക ക്യാമ്പ് ഉണ്ട്. ആ ക്യാമ്പിന്റെ പേരായിരുന്നു ഹോളോകോസ്റ്റ്. ഈ ഹോളോകോസ്റ്റ് നമുക്കറിയാം, ഈ ചിത്രത്തിൽ നിങ്ങൾ കാണാം. ഇതൊക്കെ വളരെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ചിത്രങ്ങൾ. ഇതിലും വളരെ ഭയാനകമായ ഹോളോകോസ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം ആളുകളെ വളരെ കൂട്ടമായിട്ട് ജർമ്മനിയിലെ തെരുവുകളിൽ നിന്നും ജൂതമതവിശ്വാസികൾ, അല്ലെങ്കിൽ ജൂതമതക്കാർ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ച ആളുകളെ ഇദ്ദേഹത്തിന്റെ ബ്രൗൺ ഷേർട്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ രഹസ്യ പോലീസ് ഉണ്ട്, ഗെസ്റ്റപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് വിഭാഗം ആളുകൾ ചേർന്ന് പിടിച്ചുകൊണ്ടുവരും. ഇത് നേരം ഈ പറയപ്പെടുന്ന ഹോളോകോസ്റ്റിൽ കൊണ്ടുപോയിടും. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാ, ഒരു മിലിറ്ററി ക്യാമ്പ് പോലത്തെ. അവിടെ പട്ടിണി കിട്ടും, വിഷപ്പുക ശ്വസിപ്പിച്ചും, അല്ലെങ്കിൽ പട്ടിണി കിട്ടും, വിഷപ്പുക ശ്വസിപ്പിച്ചും, അതേപോലെ ഫയർ ചെയ്തിട്ടൊക്കെ അവരെന്ത് ചെയ്യാണ്? കൂട്ടത്തോടെ എന്ത് ചെയ്യാണ്? കൊന്നു. അതൊരു വിനോദമായി എടുത്ത ഒരാളായിരുന്നു ആരോ? അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഓൾ അതർ പൊളിറ്റിക്കൽ പാർട്ടീസ്, അന്ന് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന നാസി പാർട്ടി, കാരണം അദ്ദേഹത്തിന്റെ നാസി പാർട്ടി അല്ലാത്ത ഒരു പാർട്ടിയും അദ്ദേഹം എന്ത് ചെയ്തില്ല, അവിടെ വളരാനോ അവിടെ പ്രവർത്തിക്കാനോ അദ്ദേഹം അനുവദിച്ചിരുന്നു. എല്ലാ ആളുകളെയും, അതായത് ഈ പറയപ്പെടുന്ന നാസി പാർട്ടി അല്ലാതെ മുഴുവൻ പാർട്ടിയും അദ്ദേഹം അവിടെ എന്ത് ചെയ്യാണ്? അദ്ദേഹം ബാൻ ചെയ്തു. അതേപോലെ തന്നെ ആര്യൻസ്, അല്ലെങ്കിൽ ആര്യൻസ് ആണ് ലോകത്തിലെ ഏറ്റവും പ്യുവർ റൈസ്, ആര്യൻസ് ആണ് ലോകത്തിലെ ഏറ്റവും നല്ല വംശം, ജർമ്മനിക്കാരാണ് ആര്യന്മാരാണ് ലോകം ഭരിക്കേണ്ടത് എന്ന വിശ്വാസവുമായിട്ടാണ് ആര് മുന്നോട്ട് പോയത്? അഡോൾഫ് ഹിറ്റ്ലർ മുന്നോട്ട് പോയത്. വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വംശഹത്യയുടെ ഒരു കാലഘട്ടമായി ശരിക്കും ഹിറ്റ്ലറിന്റെ പീരീഡിൽ ജർമ്മനിയിൽ നടന്നിരുന്നത്. അതേപോലെ തന്നെ അവസാനം അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം ജപ്പാനും ഇറ്റലിയുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കുക. അദ്ദേഹത്തിന്റെ ഒരു വിദേശ നയം, മറ്റു രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ ഒരു വിദേശ നയം എന്ന് പറഞ്ഞൊരു അഗ്രസീവ് നാഷണലിസം ആയിരുന്നു, ഒരു തീവ്ര ദേശീയ നയമായിരുന്നു. പല രാജ്യങ്ങളെയും അദ്ദേഹം അറ്റാക്ക് ചെയ്തു. അതായത്
ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ ഇനി ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനമൊക്കെ നമ്മൾ ചെയ്ത സമയത്ത് അത്തരം കരാറുകളൊക്കെ ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് അദ്ദേഹം മറ്റു പല രാജ്യങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്യണം ആക്രമിക്കാൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ജപ്പാനിനെയും അതേപോലെ ജപ്പാനെയും ഇറ്റലിയും തന്റെ വരുതിയിലാക്കി അവർ 3 പേരും ഒരു സഖ്യം വരെ ഉണ്ടാക്കി. ആ സഖ്യമാണ് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായ ഇൻസിഡന്റായി മാറിയത്. നമുക്ക് നോക്കാം. അത് അവസാനം 1 സെപ്റ്റംബർ 1939 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ അറ്റാക്ക് ചെയ്യുക. അതായത് ജർമ്മനി എന്നാണ് ജർമ്മനി ഭരിക്കുന്നത്. ഹിറ്റ്ലർ എന്തിയാണ് പോളണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നതോടുകൂടി, ആക്രമിക്കുന്നതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധത്തിന് അവിടെ എന്തിയാണ് തുടക്കം കുറിക്കുകയാണ്. യെസ്. അപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ നമ്മുടെ പൊളിറ്റിക്കൽ ലോകരാഷ്ട്രീയം, ലോകത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും നീചനായ, അല്ലെങ്കിൽ ഏറ്റവും ലോകത്ത് മറ്റൊരു ലോകയുദ്ധം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ കൊന്ന, അല്ലെങ്കിൽ ആളുകളുടെ മരണത്തിലേക്ക് വരെ നയിക്കാൻ കാരണക്കാരനായ ഒരു അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു നീചനായ ഭരണാധികാരിയായിരുന്നു ആരോ, അഡോൾഫ് ഹിറ്റ്ലർ. യെസ്. അപ്പോൾ ഈ അഡോൾഫ് ഹിറ്റ്ലറെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ ഹിസ്റ്ററി ദ വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങളെ നാസിസം ആൻഡ് ഫാസിസം എന്ന ഭാഗത്ത് നാസി പാർട്ടിയുടെ നേതാവായ ഹിറ്റ്ലറെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. സോ ഹിറ്റ്ലറിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. ഓക്കെ, താങ്ക് യു.